എടാ 3:30 ഞാൻ അവിടെ എത്തും, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ എന്നെ ഒരു 9 മണി അപ്പോൾ അങ്ങേ അറ്റം പോയൊരു 10 മണിയാകുമ്പോൾ ഫ്രീ ആക്കണം. അല്ല എനിക്ക് വീട്ടിൽ കയറണം. എടാ സമയത്തിന് വീട്ടിൽ കയറിയില്ലെങ്കിൽ വീട്ടുകാർ വല്ലതും വിളിച്ചു പറയൂടാ. എൻ്റെ വീട്ടിൽ പറയും, എൻ്റെ വീട്ടിൽ പറയില്ലായിരിക്കും. എല്ലാവരുടെ വീട്ടിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ആ എടാ പിന്നെ നമ്മളീ പോകുമ്പോഴേ ഈ റെയിൻകോട്ട് കൊട തുടങ്ങിയ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? ആ അല്ല റെയിൻകോട്ട് എടുക്കുമ്പോഴേ ഞാൻ എൻ്റെ എടുക്കാം. എൻ്റെ 2 ഇരിപ്പുണ്ട്. ഒരെണ്ണം കുറച്ചൊക്കെ കീറിയിരിക്കുക. ആ ഓ ഞാൻ എടുത്തോളാം. ആ എടാ അല്ല ഒന്നുമില്ല, ഞാനിവിടെ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ച്. ആ പറഞ്ഞോ. ആ അല്ല അത് പിന്നെ അപ്പൊ അവനെ വിളിക്ക്. അവൻ്റെ വണ്ടി ഉണ്ടല്ലോ, കാറേ. ആ മാറ് തുടക്കട്ടെ. ഞാൻ വിളിക്കാവേ. മാറ് പോ. ഒട്ടും പിടിക്കണില്ലല്ലേ? എന്ത് മനസ്സിലായി? ചേച്ചി എന്തിനാണ് ഈ ചൂരും മൂപ്പും ഒക്കെ ആയിട്ട്? ചുമ്മാ അല്ല, മഴ ഇത്രയും ഇടിവെട്ടി പെയ്യണത്, ഇനിയും പെയ്യും. അതെ, ഞാൻ വല്ലപ്പോഴെങ്കിലും ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കും. നീ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഇഷ്ടം പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇത് കണ്ട മേളിൽ മൊത്തം മാലാറ പിടിച്ച് കിടക്കുക. മാലാറേ മാറാല ആ എന്താണെങ്കിലും അതിപ്പം നല്ല എന്തായാലും കനാലിന്റെ കൈയും കാലും ഒക്കെ എത്താത്ത സ്ഥലത്ത് ആരുടെയെങ്കിലും കൈയും കാലും എത്തട്ടെ. ശരി എത്തൂ. ഓ അമ്മൂമ്മക്ക് തുടക്കാൻ വന്നെയാണോ? അല്ല. ഓക്കെ. അതെ, ഓ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരണം. മാസാവസാനമായില്ലയോ, മേടിച്ച സാധനങ്ങളൊക്കെ തീരാറായി. എല്ലാ മാസവും പറയുന്നില്ലേ എന്റെ പൊന്നമ്മൂമ്മ? എന്നാ പിന്നെ മാസം മേടിക്കുമ്പോ ഒരു സാധനം ഒരു ബൾക്കായിട്ടൊക്കെ മേടിച്ചൂടെ? നമ്മള് സാധാരണക്കാരാ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചോണ്ട് വെക്കാനുള്ളേ സാമ്പത്തിക ശേഷി നമുക്കില്ലടാ. നമ്മള് സാധാരണക്കാരോ? നമ്മൾ അത്ര സാധാരണക്കാരൊന്നുമില്ല. കാരണം നമ്മുടെ ഗ്രഹനാഥ ആരാ? ചോനത്തിലെ ഭവാനി. ഞാനേ അന്നും ഇന്നും സാധാരണക്കാരിയായിട്ടാ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോനും അങ്ങനെ അങ്ങ് ജീവിച്ചാ മതി. ലച്ചുവേ, ഇതെന്തോ ഞാനീ കാണുന്നേ? അല്ലേ ചൂലും ഒക്കെ ആയിട്ട് കൂട് കണ്ടോ? എന്തിന്റെ കൂടാണോ? എന്തെങ്കിലും പ്രാണിയുടെ ആയിരിക്കും അല്ലേ? വേട്ടാവളിയന്റെ കൂടല്ലേ? അല്ലെങ്കിൽ ഒരു വേട്ടാവളിയനെ വേറൊരു വേട്ടാവളിയനെ കൂട് മനസ്സിലാകത്തുള്ളൂ. ഞാൻ വെല്ലം വിളിച്ചാ പറയട്ടാ പറഞ്ഞു മിണ്ടായിരടാ. ഒന്നുമില്ല. പക്ഷേ സൂക്ഷിച്ചു കുത്ത്. അണ്ണാ അതിനകത്ത് എന്തെങ്കിലും പ്രാണികൾ കാണും, വന്ന് കണ്ണിലെങ്ങാനും കേറും. പക്ഷേ സൂക്ഷിച്ചു കുത്തണേ. കടലിന്റെ കൂടുതൽ തുടങ്ങി ഇറങ്ങി ഓടിക്കോളും കേട്ടോ. ഞാൻ ഓടും. സൂക്ഷിച്ചു. ഒറ്റ കുത്തു അങ്ങോട്ട്. തേങ്ങ കണ്ണി വീണാ? എന്നെ നേരത്തെ വെട്ടാളെന്ന് വിളിച്ചല്ലേ? എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞു. നോക്കട്ടെ എന്തോടെ എന്താ? ഓക്കെ, കണ്ണ് തിരുമല്ലേ? വെള്ളം എടുത്ത് തുറക്കാൻ പറ്റില്ലേ? ഊതണോ? ഒന്ന് തുറക്കാൻ നോക്കി പതുക്കെ. ഇല്ല. ക്ലാസ്സിലെടുത്താ പോരെ? കണ്ണുറക്കാൻ പറ്റണോ? നീറണമെന്ന് ഭയങ്കരമായിട്ട്. എരിച്ചിലുണ്ടോ? കണ്ണിന് പൊടി പോയാലുണ്ടോ? വിളിച്ച് പറയും കേട്ടോ. ഐ ക്ലിനിക്കിൽ ആടി കണ്ണെടുത്ത് വാഷിംഗ് മെഷീനിട്ട് കഴുകി തരും. നീ വേണ്ട മൂമ്മ, കുഴപ്പമില്ല. ഏത് നേരത്താണാവോ